ഹലോ വെൽക്കം ടു ഹിലാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മോരുകറിയാണ്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കുമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു ചെറിയ കഷ്ണം കുമ്പിളം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് വെള്ളരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. ഒരു വിസിൽ മതി. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി മതി, ഒരു പിടി തേങ്ങയും പിന്നെ അതിലേക്ക് ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ച് വെക്കാം. എന്നിട്ട് ഈ വേവിച്ച് വെച്ച കുമ്പളത്തിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് ഒരു തള വരുന്നവരെ നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് തൈര് അടിച്ച് വെക്കണം. ഞാനിവിടെ 4 സ്പൂൺ തൈരാണ് യൂസ് ചെയ്യുന്നത്. അത് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു പച്ച കറിവേപ്പില ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുന്ന സമയത്ത് വേണമെങ്കിലും കറിവേപ്പില ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്, വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാം, അതിന് പ്രശ്നമില്ല. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം കുറച്ച് ഒരു വറ്റൽമുളക് മതി, പിന്നെ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, ഇളക്കണമെന്നില്ല. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. ബൈ.